ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീണ്ടും ഒരു ട്രെയിലർ റിയാക്ഷനുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നേതാ പടം? ബത്ലഹേം കുടുംബ യൂണിറ്റ്. വെറൈറ്റി പേരില്ലേ? ബത്ലഹേം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമ്മർ ഇൻ ബത്ലഹേം വരിക. മേ ബി കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബശ്രീ സംതിങ് പേര് കേൾക്കുമ്പോ ഒരു നാടൻ ഫീൽ കിട്ടാനായിട്ടാണ് തോന്നുന്നു ആ പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നാടൻ പടമാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ട്രെയിലറിലേക്ക് പെട്ടെന്ന് കടന്നാലോ അല്ലേ? അപ്പൊ നമുക്ക് ട്രെയിലർ റിയാക്ഷനിൽ കിടക്കാം. നമ്മുടെ ഡയറക്ടർ ഗിരീഷ് ബായ്. എനിക്ക് അവരുടെ സിനിമ ഭയങ്കര ഇഷ്ടം. പ്രേമലു, മറ്റേ ഈവൻ കാതലനും ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന സിനിമയാണ്. പിന്നെ ഭയങ്കര നാച്ചുറൽ ആണ്. അതുപോലത്തെ ഒന്നായിരിക്കും ഇതൊന്നും പ്രതീക്ഷിക്കാം. എന്തായാലും കാണാം. നാടൻ തന്നെയാണ്. 2005 കാലഘട്ടത്തിലൊക്കെ ഞാനതൊക്കെ MP3 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. MP3 കിങ് ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ. കിങ് ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് അഭിനയിക്കാൻ അറിയാൻ പാടില്ലേ? ഞാൻ പ്രൊഡ്യൂസറാണ്. ഈ പരിപാടിയൊക്കെ നിർത്തി ഞങ്ങളെ പോലെ സിഗ്മ വന്നു. ഇത് സിഗ്മയല്ല, ചുഗ്മയാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ല, ചുകിച്ച് ജീവിക്കും. ബിന്ദു പണിക്കർ സൗണ്ടാണല്ലോ. വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ? കണ്ട ചാർജ കണ്ട ഒരു മെലങ്കോളി പാവട. അത് നീ ഈ അടുത്തുള്ളപ്പായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ചി. ഹായ് മൊത്തം നോക്കിയാലും നിന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആള് കുറവുണ്ടോടി? മീനാക്ഷി ആഷ്ലിനൊന്നും കണ്ടില്ല. ഇവള് ആഷ്ലി ആയിരിക്കും. വെടിവെച്ച പൊട്ടാത്ത കാര്യം പറയാ നീ കൂലിക്ക്. നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരങ്ങൾ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. പരിചയം പോലും വേണ്ടാണെന്ന് ഉദ്ദേശിച്ചു. എന്നെ ഗോസ്റ്റ് ചെയ്ത് വിചാരിച്ചു, പക്ഷെ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർബിറ്റ് ഗോസ്റ്റ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാഷ. ചേട്ടന് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മറന്നോളാം. തമാശക്ക് പറഞ്ഞാണേ. ഇങ്ങനെയാണ് എന്താ ഉദ്ദേശിച്ചത്? സിനിമ എല്ലാം മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല. അതില് ആ സിനിമയില് എന്തൊക്കെ ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ അതൊന്നും ആയിരിക്കില്ല സിനിമ. സംതിങ് ഉണ്ടാവുമല്ലോ. ഒരു ഹിന്റ് തന്നിട്ടില്ല. മനസ്സിലായെന്ന് വെച്ചാൽ അവനൊരു മാന്യമായിട്ട് നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് തോന്നിയ അവന് രഹസ്യമായിട്ട് പ്രണയിക്കുന്നു, നാട്ടുകാരെ അറിയാണ്ട് പ്രണയിക്കുന്നു. ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊന്നും ആയിരിക്കും എനിക്ക് തോന്നില്ല. അവന് എന്താ പറയാ, ഇത് പുറമെ അങ്ങനെയൊന്നും ആയിരിക്കും പറയാനുള്ള വിഷമം കൊണ്ട് പറയുന്ന രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഒരു ഇതായിരിക്കും തോന്നുന്നു. ഒന്ന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മളെ ഇപ്പോഴത്തെ പിള്ളമാരൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് നിവിൻ പോളിന്റെ ആ ഒരു കാലഘട്ടത്തില് ലൈക്ക് നിവിൻ പോളിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിന്റെ ഇങ്ങനെയുള്ള രണ്ടാള് പ്രണയിക്കുന്നു. കാരണം പുറത്ത് കാണിക്കാനും അതെന്ന് വെച്ചാല് ആ കാലഘട്ടത്തില് പ്രണയം എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയല്ലേ, ലൈക്ക് ആരും അറിയാണ്ട് പ്രണയിക്കുക. ഈ കാലഘട്ടത്തിലല്ലേ അത് ഇത്ര ഓപ്പൺ ആയത്. അപ്പൊ ആ ഒരു സാധനം ആ ഒരു സാധനങ്ങള് അതില് എനിക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെ ഒരു കോളനി ലൈക്ക് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം വീട്ടിന്റെ ജനലിന്റെ അടുത്തുനിന്ന് വിളിച്ച് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു പടം ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരിക്കേണ്ട പടമായിരിക്കും ഉള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പൊ പ്രേമലുവിന്റെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാല് ലൈക്ക് അതൊരു ഭയങ്കര സ്റ്റോറി അല്ല, പക്ഷെ അത് എടുത്തു വെച്ചത് കൊണ്ടാണ് അത് അത്രയും ബ്യൂട്ടിഫുൾ. അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ വെച്ചാൽ ഇപ്പൊ നിവിൻ പോളിക്ക് നമ്മള് നിവിൻ പോളിനെ മറ്റേലെല്ലാം പിടിച്ച പോലെ ഒരു ലൈക്ക് നമ്മളുടെ ഒരു ആള് എന്നുള്ള രീതിയിൽ ആ ഒരു നല്ലൊരു സിനിമ
21 ഓണത്തിന് നല്ലൊരു സിനിമയുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഞങ്ങളും തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളോട് സിനിമ വിശേഷങ്ങളൊക്കെ പറയാട്ടോ. അപ്പോൾ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ബൈ.